ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ ഒരു ബോട്ടിൽ കഷായം ഇട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റിൽ തന്നെ അത് കുടിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഡേ 1 സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് 10 days ഒന്നും കഴിക്കരുത്, അങ്ങനത്തെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലതും അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി എല്ലതും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റിൽ തന്നെ എനിക്ക് കഷായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ പാട് എന്താ പറയുക, നമ്മൾ പഴത്തിൽ കുറച്ച് കോക്കനട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഒന്നിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാൻ. മോർണിംഗ് 7 മണിക്കാണ് കേട്ടോ. അതാണ് ഫേസൊക്കെ ബും എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഹോർലിക്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഓവർ ഫുഡൊന്നും ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റാർട്ടിങ് മുതൽ ഇനി ഇന്നതൊക്കെ ഉണ്ടാവും ഉമ്മ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അടിക്കടി നമ്മൾ ഫുഡ് കഴിക്കണം. അതുപോലെ എന്താ പറയുക, നമ്മുടെ ഓരോ ടൈമിങ്ങിൽ ഓരോ ഫുഡാണെന്നാണ് കേട്ടോ ഉമ്മ പറയുന്നത്. നമുക്ക് പിന്നെ ഒരു താത്ത ഉണ്ട് കേട്ടോ, നമുക്ക് ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ ചായയും അതിൻ്റെ കൂടെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് കഞ്ഞിയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ മരുന്ന് കഞ്ഞി എന്നാണ് കേട്ടോ അതിന് പറയാം. ചെറുപയറും അതുപോലെ അങ്ങനെ എന്തൊക്കെ കുറേ ഐറ്റംസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു അച്ചാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോൾ ചോറ് കഴിച്ചിട്ടോ. ചോറും പച്ചക്കറി അതുപോലെ പയറുപ്പേരി അങ്ങനെയൊക്കെ ആയിട്ട് ചോറ് കഴിച്ച്. അപ്പം ഡെലിവറി ടൈമിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഞാൻ ആദ്യമൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താ പറയുക, പിന്നെ ഇവരെല്ലാവരും കൂടി കഴിപ്പിക്കുക എന്ന് പറയാമല്ലോ. അത് കഴിഞ്ഞ പാടുണ്ട് ചായയിലേക്ക് ലേഹം കൊടുന്നിട്ട് അതും കഴിച്ചു കേട്ടോ. എന്താ ഫുള്ളായിട്ട് കഴിച്ചില്ല, എനിക്ക് എങ്ങനെയൊക്കെ കഴിച്ച്. എന്താ പറയുക, ഇതിന് പറയുന്ന വെളുത്തുള്ളി ലേഹമാണ് കേട്ടോ അത്. അതിൻ്റെ കൂടെ കട്ടൻ ചായ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പാത്രം ഇതായിട്ടാണ് കേട്ടോ വന്നത്. കഷായം 2 നേരമാണ് കേട്ടോ കഷായം കുടിക്കേണ്ടത്. അത് കഴിഞ്ഞ് നൈറ്റ് റൈസ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ആദ്യമൊക്കെ ചപ്പാത്തി ആയിരുന്നു കഴിച്ചത്, പക്ഷെ ഇപ്പോൾ റൈസ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റൈസ് തന്നെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ കഴിച്ചത്. പപ്പായയാണ് കഴിച്ചത്. നമുക്ക് ഇൻസൈഡ് എന്തെങ്കിലും എന്താ പറയുക, കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പപ്പായ കഴിക്കാനാണ് കേട്ടോ നമ്മളെ യൂട്രസിൽ. അപ്പോൾ പപ്പായ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകുന്ന പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.